എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇത് ബയോബോൾസ് ആണ്, ഒരു മാസത്തെ സമ്പാദ്യമാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. അതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മുടെ പാർട്ട് 1 999 വ്യൂസിൽ സ്റ്റക്ക് അടിച്ച് നിൽക്കുകയാണ്. ആരെയും ഒക്കെ കയറി കണ്ട് അതൊന്ന് 1000 തികച്ചു തരണം പ്ലീസ്. അപ്പോൾ നമ്മളെ സെക്കൻഡ് വീഡിയോയിലിട്ട് നമുക്ക് പോവാം. ദിസ് ഈസ് മൈ ബ്രദർ ആൻഡ് ഇത് എൻ്റെ ബ്രദറിൻ്റെ മീനുകളാണ്. പോണ്ടിൽ തന്നെ വെള്ളം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിത് മീഡിയം ക്ലീൻ ചെയ്യാനായിട്ടുള്ള വെള്ളമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഫിൽറ്ററിൻ്റെ ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രഡ്ജും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളയാനായിട്ടുള്ളൊരു വാൽവാണിത്. ഇത് നമുക്ക് ഫുൾ എടുക്കാതെ തന്നെ അത്യാവശ്യം ഫ്രഡ്ജൊക്കെ നമുക്ക് എന്താണ് ഒരു 4-5 ദിവസം കൂടാൻ നേരത്ത് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, നല്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് വരുന്നത്. നമ്മളിതൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കലങ്ങി ഫ്ലഡ്ജും കാര്യങ്ങളൊക്കെ മാക്സിമം അങ്ങ് പൊക്കോളും. നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ മീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് എല്ലാ വേസ്റ്റും പോകത്തില്ല, അത്യാവശ്യം കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ പൊക്കോളും. ഇനി ഓരോ ഫിൽറ്റർ മീഡിയ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇത് ബയോബോൾസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ട്. ബയോബോൾസ് അതിനകത്തേക്ക് കിടക്കട്ടെ. പിന്നെ വന്നേക്കുന്നത് സ്പോഞ്ച്. നമ്മളിതിനകത്ത് സ്പോഞ്ചും വെച്ചിട്ടുണ്ട്, പിന്നെ കരിയും വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഫിൽറ്റർ ഓഫാക്കി ഇട്ടേക്കുവാണ്. ഒരു മാസത്തെ സമ്പാദ്യമാണ്. ഇത് നമ്മളെ സെറാമിക് ബോൾ ഇനി കഴുകാണ്. ഒരുപാടങ്ങ് വൃത്തിയായിട്ട് കഴുകാത്താണ് നല്ലത്. അതിനകത്തിരിക്കുന്ന ആ ഒരു എന്താണ് സോളിഡായിട്ടുള്ള വേസ്റ്റ് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അല്ലാതെ നമ്മൾ ഒരുപാട് ഇത് തേച്ചരച്ച് കഴുകാതിരിക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്ന സ്പോഞ്ചാണ്. സ്പോഞ്ചാണെങ്കിൽ അതുപോലെ തന്നെയാണ്. അതിൻ്റെ ആ ഒരു സോളിഡ് വേസ്റ്റ് മാത്രം പോയാൽ മതി. അല്ലാതെ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ മാറി മാറി കഴുകാത്തതാണ് നല്ല. കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താണ് ആ ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ കോളനിയും കാര്യങ്ങളൊക്കെ പിന്നെ ഫോമായിട്ട് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇത് രണ്ടും നോർമൽ സ്പോഞ്ചാണ്. ഈ ബ്ലാക്കും ആ ഒരു ബ്ലൂവും നോർമലായിട്ടുള്ള സ്പോഞ്ചാണ്. പിന്നെ ഇതാണെങ്കിൽ എന്തായിരുന്നു അന്ന് ചാർക്കോളും കാര്യങ്ങളൊക്കെ നല്ല കട്ടിയുള്ള പെട്ടെന്ന് നശിച്ചു പോകാത്ത അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പോഞ്ചായിരുന്നു. ഇത് നമ്മൾ എത്ര ഇങ്ങനെ ആക്കിയാലും വലിയ ഡാമേജും കാര്യങ്ങളൊന്നും പെട്ടെന്ന് സംഭവിക്കത്തില്ല ഈ ഒരു ടൈപ്പ് സ്പോഞ്ച്. ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ വാങ്ങിച്ചത് ആമസോണിലാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തേക്കാം. ഇത് രണ്ടാമത്തെ തവണയാണ്. ഇതാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്പോഞ്ചാണ് മറ്റേതിനെക്കാട്ടി. മറ്റത് നോർമലായിട്ടുള്ളൊരു സ്പോഞ്ചാണിത്. സാധാ ഇതാവാൻ നേരത്ത് ഒരു 8 ലെയറോ അല്ലെങ്കിൽ ഒരു മെഷും കൂടെ ഇതിനകത്ത് വരും. മെഷും പിന്നെ അല്ലാതെ ചാർക്കോളിന്റെ കോട്ടിങ്ങും കാര്യങ്ങളുണ്ട്. എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാം നമ്മൾ ആമസോണിലാണ് പർച്ചേസ് ചെയ്ത്. അത്യാവശ്യം ഒരു ഷീറ്റിന് 10-400 ഉണ്ടാവും. ഇത് റേറ്റ് കുറവാണ്. പിന്നെ നമ്മളിവിടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന മാസത്തിൽ ഒരിക്കലാണ് പ്രോപ്പറായിട്ട് എല്ലാം ഇതിനക്ക് ക്ലീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ 3-4 ദിവസം കൂടാൻ നേരത്ത് അമ്മ അതിൽ നിന്ന് പിടിച്ചു കളയല്ലേ വെള്ളം. ഓക്കെ, ഫിൽറ്റർ മീഡിയ എല്ലാം ഒരുവിധം
കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എപ്പോഴും വെള്ളത്തിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്, ഡ്രൈ ആകാതെ. അത് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആ ഒരു കോളനൈസേഷൻ ഫ്ലോപ്പ് ആവും നമ്മൾ പുറത്ത് വെച്ചിരുന്ന. ഓക്കെ, ഇനി ചാർക്കോളും കൂടെ കഴുകിയെടുക്കുക. ചാർക്കോൾ ഇത് നമ്മളെ വീട്ടിൽ തന്നെ കരിയുടെ ഇതാണ്. ഇനി നമുക്ക് ഫിൽറ്റർ വീണ്ടും സെറ്റ് ചെയ്യാം. ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്തൊരു സംഭവമാണ്. ഫസ്റ്റ് നമ്മുടെ മോട്ടറിൽ നിന്ന് വെള്ളം വന്ന് അതിൻ്റെ ഇൻലെറ്റ് വരുന്നത് ഇവിടെയാണ്. ഏറ്റവും അടിയിൽ ഇവിടെ വന്നിട്ട് നമ്മൾ സോൾഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ കൂടുതലും ഇവിടെ ഈ നെറ്റിലായിരിക്കും ഡെപ്പോസിറ്റ് ആവുന്നത്. അത് നമുക്ക് ഈ ഒരു വാൽവ് അങ്ങ് ഓപ്പൺ ആക്കുമ്പോൾ അത് അതുവഴി മാക്സിമം പോവുകയും ചെയ്യും. പിന്നെ ഇത് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അത് കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേസ്റ്റ് മാക്സിമം അങ്ങ് പോവുകയും ചെയ്യും. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച എൻ്റെ സ്വന്തം ഐഡിയയാണ്. ഒരു സ്പോഞ്ച് വയ്ക്കാം. മാക്സിമം നല്ല വെള്ളത്തിൻ്റെ പ്രഷർ കയറാൻ നേരത്ത് പൊങ്ങി വരാത്ത രീതിയിൽ തന്നെ നല്ലത്. രണ്ടാമത് ചാർക്കോൾ. ചാർക്കോളിൻ്റെ മുകളിലും സ്പോഞ്ച് തന്നെയാണ് വയ്ക്കുന്നത്. ഓക്കെ, അടുത്ത സ്പോഞ്ച്. പിന്നെ ഇതായിരുന്നു ഞാൻ പറഞ്ഞ 8 ലെയർ കോട്ടിംഗ് ഉള്ള സ്പോഞ്ച്. ഇത് നല്ല രീതിയിൽ വേസ്റ്റ് പിടിച്ചെടുക്കും. വെള്ളം നല്ല ക്ലിയർ ആവും ഈ ഒരു സ്പോഞ്ച് നമ്മൾ വെച്ചതിന് ശേഷം. അല്ലേ, ആദ്യം നമുക്ക് മറ്റേ ആ ഒരു സ്പോഞ്ച് മാത്രമേ ഉള്ളായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു സ്പോഞ്ച് വയ്ക്കുന്നത്. ഇത് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത നമ്മുടെ സെറാമിക് റിങ്സ്. ഇത് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് സെറാമിക് റിങ്ങിൻ്റെ അളവ് കുറവാണ്. ഇനി ഇതുപോലത്തെ 2 പാക്കറ്റും കൂടെ വാങ്ങിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള ഇതാണ്, ഇൻലെറ്റാണ്. രണ്ട് പമ്പാണ് നമ്മൾ ടാങ്കിൽ വെച്ചേക്കുന്നത്. ഒന്ന് 1500-ൻ്റെ ഒന്ന് 3000-ൻ്റെയും കപ്പാസിറ്റിയുടേതാണ് വെച്ചേക്കുന്നത്. ഫിൽറ്റർ ഒന്ന് ഓണാക്കി. ഓക്കെ, വെള്ളം നന്നായിട്ട് കലങ്ങിയാണ് വരുന്നത്. ഇനി കുറച്ച് സമയം കഴിയും ഇത് ക്ലിയർ ആവാനായിട്ട്. നമ്മുടെ ഈ ഫിൽറ്ററിനകത്ത് നമ്മൾ 2 ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പ്രിംഗ്ലറിലേക്കുള്ളതായിരുന്നു, ഇത് നോർമലായിട്ടുള്ളത്. ഇത് ടാങ്കിൽ മൊത്തത്തിൽ ഈ ഒരു ഇതിൽ നിന്ന് മാത്രം വെള്ളം വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു വെള്ളത്തിനൊരു ഫ്ലോയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് സ്പ്രിംഗ്ലർ വെച്ചേക്കുന്നത്. ഇതാവാൻ നേരത്ത് മൊത്തത്തിൽ വെള്ളത്തിനെന്താണ് ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് നമ്മുടെ പഴയ അക്വാപോണിക്സ്. ഇതിനകത്തിപ്പോൾ ഒരു മുളകും ഉണ്ട്, കളർ മുളക്, നീല മുളകാണിത്. പിന്നെ ഇതും ഒരു മണി പ്ലാന്റ്. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഫിൽറ്ററിൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.